ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെ തേടി കാണാമറയത്ത് പോലീസ് പരക്കം പാഞ്ഞത് ഒരാഴ്ചയോളമാണ്. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം ഇത്രയും കഷ്ടപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടാകില്ല. കൊച്ചിയിലെ വീടുകൾ, ഹോട്ടലുകൾ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വസതികൾ എല്ലായിടത്തും അരിച്ചു പെറുക്കിയെന്നാണ് കേട്ടത്. ഈ പകലാണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് ശ്വാസം നേരെ വീണത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ച സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് നടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞതിന് പിന്നാലെ എന്തായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം? ഇതോടൊപ്പം ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതിയുമായി ആലുവ സ്വദേശിനിയായ നടി പോലീസിനെ സമീപിച്ചിട്ടുമുണ്ട്. ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടായിരത്തി 2016 നടന്ന ലൈംഗിക അതിക്രമം 8 വർഷത്തിന് ശേഷം പോലീസിൽ പരാതി. ഈ കാലതാമസം ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടാൻ കാരണമാകുമോ? യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ സുപ്രീം കോടതി വിധി നിരാശപ്പെടുത്തുന്നതാണ്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് മേൽക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവുണ്ടാവുകയും ചെയ്തത്. 2 ആഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഒളിവിൽ കഴിഞ്ഞ സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോലീസ് സാവകാശം നൽകിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അതിജീവിതയും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തെങ്കിലും ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് കോടതി നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞത്. പരാതി നൽകാൻ കാലതാമസമുണ്ടായത് കണക്കിലെടുത്താണ് ഇടക്കാല ഉത്തരവ്. വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞത്. കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാനം എന്തു ചെയ്യുകയാണെന്നും കോടതി ചോദിച്ചു. കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ ശാസിച്ചു. ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി സിദ്ദിഖിന് നിർദ്ദേശം നൽകി. അതിനാൽ നടനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സിദ്ദിഖ് നിർബന്ധിതനായേക്കും. സിദ്ദിഖ് മലയാളത്തിലെ സൂപ്പർ താരമാണ് എന്നതും പരാതിക്കാരിയുമായുള്ള പ്രായവ്യത്യാസവും അതിജീവിതയുടെ അഭിഭാഷകയും സംസ്ഥാന സർക്കാരും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന നടൻ ഏതു ഘട്ടത്തിലും ലഭ്യമാകുമെന്നും എവിടേക്കും ഓടിപ്പോകില്ലെന്നും മുകുൾ റോഹ്തഗി വാദിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇടക്കാല ആശ്വാസമാണെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ പറഞ്ഞു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ഷഹീൻ അറിയിച്ചു. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാരിൽ ചിലർ ആഘോഷിച്ചത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടിയെ 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് സിദ്ദിഖിനെതിരായ കേസ്. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന നടനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരായ പരാതികൾ കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ ചില സിനിമകളാണ്. എന്നാൽ ആരോപണം ഒരു പൈങ്കിളി കഥയല്ല എന്നാണ് ആലുവ സ്വദേശിനിയായ നടി പറയുന്നത്. പ്രശ്നം ഗുരുതരമാണ്. ബാലചന്ദ്ര മേനോൻ 2007 സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. മുകേഷ് അടക്കം 7 പേർക്കെതിരെ മുൻപ് പരാതി നൽകിയ നടിയാണ് ബാലചന്ദ്ര മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത്. ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവമുണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ഗ്രൂപ്പ് സെക്സിന് നിർബന്ധിച്ചുവെന്നും ഹോട്ടൽ മുറിയിൽ കയറി വന്ന് ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു.
പരാതിപ്പെട്ടാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭയന്നാണ് ഇതുവരെ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതെന്നും പരാതിക്കാരി പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് പരാതി നൽകിയത്. ദുബായിൽ ജോലി ചെയ്തു വന്നിരുന്ന തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹോട്ടലിലാണ് തങ്ങിയത്. തുടർന്ന് കഥ പറയാൻ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മുറിയിലെത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അടുത്ത ദിവസം രാത്രി ബാലചന്ദ്രമേനോൻ വീണ്ടും മുറിയിലേക്ക് വിളിപ്പിച്ചു. ചെല്ലുമ്പോൾ 3 സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമമുണ്ടായി. പിറ്റേന്ന് മുറിയിലെത്തിയ ബാലചന്ദ്രമേനോൻ തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഇതേ സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്കെതിരെയും ഇവർ പരാതി നൽകിയിരുന്നു. നേരത്തെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാരോപിച്ച് ആലുവ സ്വദേശിനിയായ നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്രമേനോൻ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി. അടുത്ത ദിവസം നടി സമൂഹമാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും പരാതിയിൽ പറയുന്നു. ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ ഇവരുടെ അഭിമുഖം പോസ്റ്റ് ചെയ്ത യൂട്യൂബർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. IT ആക്ട് പ്രകാരമാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല താരങ്ങൾക്കെതിരെയും ഗുരുതര പരാതികളുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി പോലും ചോദിച്ചതാണ്. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയം പൊൻകുന്നം പോലീസ് കേസെടുത്തത്. കൊട്ടാരക്കര സ്വദേശി സജീവനെതിരെ പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. രണ്ടായിരത്തി 13-14 വർഷത്തിൽ പൊൻകുന്നത്ത് ഒരു ലോഡ്ജിൽ വെച്ച് തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് പൊൻകുന്നം പോലീസിന് പരാതി നൽകിയത്. ഈ പരാതി വന്നപ്പോൾ തന്നെ പൊൻകുന്നം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കൊരട്ടി സ്വദേശിയായ സജീവനെതിരെയാണ് ഈ പരാതി ഉന്നയിച്ചത്. അദ്ദേഹം മേക്കപ്പ് മാനേജറായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ സ്വാഭാവികമായും ഇനി അന്വേഷണം നടത്തേണ്ടത് SIT ആണ്. ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ FIR അടക്കം ഈ പരാതി അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് പൊൻകുന്നം പോലീസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ പല പരാതികൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഉണ്ടായെങ്കിലും ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി പറഞ്ഞ ഒരാളുടെ പരാതി ആദ്യമായാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടത്. സർക്കാർ അടക്കം ചോദിച്ചിരുന്നു, ഇങ്ങനെ ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരുടെ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായി ആരും തന്നെ അങ്ങനെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകി ആരും തന്നെ അങ്ങനെ പരാതി നൽകിയിരുന്നില്ല. എന്തായാലും ഇത് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ആദ്യത്തെ സംഭവം കൂടി ആയി മാറുകയാണ്. എന്തായാലും ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പുകാരനായ മോൻസൺ മാവുങ്കലിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള പരാതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസാണ്. വീട്ടിൽ ജോലിക്കാരിയുടെ മകളെ പീഡിപ്പിച്ച കുറ്റത്തിന് മോൻസന് കോടതി നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല പരാതി. ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്ന മറ്റൊരു കേസ് കൂടി പിന്നീട് വന്നു. അതിൽ മോൻസൺ മാവുങ്കലിനെ പെരുമ്പാവൂർ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം ആ കേസിലെ 1-ാം പ്രതിയും മോൻസന്റെ മാനേജരും മേക്കപ്പ് മാനുമായ ജോഷിക്ക് 13 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനാൽ മോൻസന് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയില്ല. മോൻസൺ മാവുങ്കലിന്റെ ജീവനക്കാരിയുടെ മകളെ ഇയാളുടെ മാനേജറായ ജോഷി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിലാണ് കോടതി വിധി പറഞ്ഞത്. മോൻസന്റെ മാനേജറും ഒപ്പം മേക്കപ്പ് മാനുമായിരുന്ന ജോഷി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം അറിഞ്ഞിട്ടും ഇത് മറച്ചുവെച്ചുവെന്നും പീഡനത്തിന് സഹായം ചെയ്തുവെന്നുമാണ് ഈ കേസിലെ 2-ാം പ്രതിയായ മോൻസനെതിരെ ചുമത്തിയിരുന്ന കുറ്റം.
ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി നേരത്തെ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ കേസിൽ മോൻസൺ മാത്രമായിരുന്നു പ്രതി. വിദ്യാഭ്യാസ സഹായം വാഗ്ദാനം ചെയ്ത് ജീവനക്കാരിയുടെ മകളായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. 2019 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയെ തുടർന്ന് പഠിക്കാൻ സഹായിക്കാമെന്നും പഠനത്തിന്റെ കൂടെ കോസ്മെറ്റോളജിയും പഠിപ്പിക്കാം എന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മോൻസന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ പെൺകുട്ടിയാണ് മോൻസന്റെ മാനേജറായ ജോഷിയും പീഡനത്തിനിരയാക്കിയത്. പുരാവസ്തു തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെയാണ് മോൻസനെതിരെ പോക്സോ പരാതിയുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. മോൻസനെ ഭയന്നാണ് നേരത്തെ പരാതി നൽകാതിരുന്നതെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ജോലി വളരെ സുഖമാണെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അത്ര സുഖകരമായ വാർത്തയല്ല കോട്ടയം വൈക്കത്ത് നിന്ന് കേട്ടത്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദത്തെ തുടർന്നെന്ന് പരാതി. കുലശേഖരമംഗലം സ്വദേശി ശ്യാംകുമാറിനെയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദം എന്ന പരാതിയിൽ തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് രാവിലെ വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി. ഏതാണ്ട് 5 മണിക്കോടുകൂടിയാണ് വൈക്കത്തേക്ക് മൃതദേഹം എത്തിച്ചത്. AEO ഓഫീസിൽ അടക്കം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. എന്തായാലും നിരവധി ആളുകൾ ഇദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനടക്കം എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ജോലി സമ്മർദ്ദം എന്നൊരു വിഷയം തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഭാര്യ നേരത്തെ തന്നെ സമാനമായ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയിരുന്നത്. അതായത് നിലവിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ശ്യാംകുമാർ. അങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിയപ്പോൾ പല പരിപാടിയുടെയും സംഘാടകനാകേണ്ടി വരിക, ഒപ്പം തന്നെ മറ്റ് പല പരിപാടികളിലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നടക്കമുണ്ടായി എന്നുള്ള ഒരു ആരോപണമാണ് സുഹൃത്തുക്കളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് അയൽവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു അന്ത്യം എന്ന് തന്നെ പറയേണ്ടി വരും. വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എല്ലാം വളരെ നന്നായി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് എന്നും ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ഇതിൽ ഇനിയൊരു ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, ആത്മഹത്യക്ക് മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നതെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈക്കം പോലീസ്. ആത്മഹത്യ തന്നെയാണ് എന്ന നിഗമനം തന്നെയാണ് ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും എല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ ദാരുണമായ അന്ത്യം എന്ന നിലയിൽ ആണ് ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. നാട്ടുകാരടക്കം വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം 3 കുട്ടികളാണുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും ഭാര്യ ഉൾപ്പെടെ വളരെ വേദനയോടുകൂടിയാണ് ഈ വിയോഗ വാർത്ത സ്വീകരിച്ചത്. അമിത മദ്യപാനം കുടുംബ ബന്ധങ്ങളെയാണ് പലപ്പോഴും തകർക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ സഹോദരങ്ങൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കൊട്ടാരക്കര അമ്പലംകുന്ന് സ്വദേശി ശശിയാണ് ജ്യേഷ്ഠൻ സതീശനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സഹോദരന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സതീശൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതി ശശിയെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര അമ്പലംകുന്ന് സ്വദേശി സതീശനും ജ്യേഷ്ഠൻ ശശിയും ഒരേ വീട്ടിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം രാത്രി 8:30-നാണ് സംഭവങ്ങളുടെ തുടക്കം. ഇരുവരും മദ്യലഹരിയിൽ ആയിരുന്നു. വീട്ടിൽ പരസ്പരം വഴക്കുണ്ടാക്കിയതായിരുന്നു ആക്രമണ കാരണം. പ്രകോപിതനായ ശശി കത്തികൊണ്ട് അനുജൻ സതീശനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് സതീശനെ ആശുപത്രിയിൽ എത്തിച്ചത്. വയറിന് ആഴത്തിൽ കുത്തേറ്റ സതീശനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം
ശശിയെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരുവരും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യപിച്ച് ലെക്ക് കെട്ടാൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇത് പലപ്പോഴും വലിയ സംഘർഷത്തിലാണ് കലാശിക്കുന്നത്. കൊല്ലം പരവൂരിൽ മദ്യപ സംഘം ഷവർമ കട അടിച്ചു തകർത്തതാണ് ഒടുവിലത്തെ സംഭവം. ഷവർമ തീർന്നെന്ന് പറഞ്ഞതിന് ഉടമയെയും കടയിലെ ജീവനക്കാരെയും ആക്രമിച്ചു. സംഭവത്തിൽ പരവൂർ സ്വദേശി സഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സഹീറും ബന്ധുവായ യുവാവും കൂടി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഫുഡ് വിൽപ്പന കേന്ദ്രത്തിൽ എത്തി ഷവർമ ആവശ്യപ്പെട്ടു. ഷവർമ ഇല്ല എന്നും നിലവിലുള്ളത് വിൽപ്പന നടത്തി കഴിഞ്ഞു എന്നും കടവുടമ സോണിയ അറിയിച്ചു. എന്നാൽ മദ്യലഹരിയിൽ ആയിരുന്ന യുവാക്കൾ തട്ടിക്കയറുകയും മറ്റൊരാൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഷവർമയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞ കടവുടമയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും കയ്യിൽ കടന്നു പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. പിന്നാലെ കടയിലെ മറ്റൊരു തൊഴിലാളിയെയും മർദ്ദിച്ചു. തുടർന്ന് കടയിൽ നിന്ന് കത്തിയെടുത്ത് ആക്രമിക്കാനും പ്രതികൾ ശ്രമിച്ചു. ഷവർമ മെഷീനും മറ്റും കേടുവരുത്തുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. ഉടനെ ഇവൻ കൗണ്ടറിൽ കയറി വന്നിട്ട് അത് ഷവർമ ആ ഷവർമ ഞങ്ങൾക്ക് വേണം, അതിന്റെ ആളില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് തരാൻ പറ്റത്തില്ല, നമ്മൾ ഓർഡർ എടുത്ത ഷവർമയാണ്, ഞങ്ങളെ വേറെ ഇല്ല, തരില്ല. ആള് നല്ല കുടിച്ചിട്ടുണ്ട്, രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടാണ് വന്നത്, തരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഇപ്പം വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. വളരെ മോശം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. അത് കേട്ടപ്പോഴത്തേക്ക് ഷവർമ മേക്കർ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞ് എന്തുവാ കടയ്ക്കകത്ത് വന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച ഉടനെ കഴുത്തിൽ പിടിച്ച് പുറത്തോട്ട് വലിച്ചിട്ട് അവിടെ ഷവർമ അരിയുന്ന വലിയ വാളുകണക്കുള്ള കത്തിയുണ്ട്, ആ കത്തി എടുത്ത് ആ പുള്ളിയെ തന്നെ വെട്ടാൻ ശ്രമിക്കുന്നു. ഷവർമ മെഷീന്റെ ബർണർ കമ്പി, അത് സിനിമ സ്റ്റൈലിൽ ബന്യനൂരി കമ്പി വലിച്ചൂരി ബർണർ നശിപ്പിക്കുന്നു. ഷവായ് മെഷീന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. നാട്ടുകാർ ഓടിക്കൂടിയതോടെ പ്രതികൾ കത്തിയുമായി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളിൽ സഹീറിനെ പോലീസ് പിടികൂടി. ഇതറിഞ്ഞ പ്രതികളുടെ സുഹൃത്തുക്കളിൽ ചിലർ കടയിലെത്തി കേസ് പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ കച്ചവടം നടത്താൻ അനുവദിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയതായും കടയുടമ പറയുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. തൃശൂരിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം തട്ടിയെടുത്തത് പട്ടാപ്പകലാണ്. ആ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് മുഖ്യപ്രതിയടക്കം 5 പേരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേസിലെ മുഖ്യപ്രതി റോഷൻ വർഗീസ് ഉപയോഗിച്ചത് തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ നേതാവ് ഷാഹുൽ ഹമീദിന്റെ കാറെന്ന് കണ്ടെത്തൽ. കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഷാഹുലിനെതിരെയും അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് 2.5 കിലോ സ്വർണം കവർന്ന കേസിൽ 5 പ്രതികൾ പിടിയിലായത്. കേസിലെ മുഖ്യപ്രതി കവർച്ച ആസൂത്രണം ചെയ്ത റോഷൻ വർഗീസും മറ്റൊരു പ്രതിയായ ഷിജോ വർഗീസും തിരുവല്ല സ്വദേശികളാണ്. റോഷൻ വർഗീസ് ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റോഷന്റെ സുഹൃത്ത് ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹിയായ ഷാഹുൽ ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. തൃശൂർ പോലീസ് ഷാഹുൽ ഹമീദിന്റെ തിരുവല്ല വീട്ടിലെത്തി പരിശോധന നടത്തി. അതേസമയം കാർ ഷാഹുൽ ഹമീദിന്റെ അല്ലെന്നും ഇടനിലക്കാരനായി വിൽപ്പന നടത്തിയതാണെന്നും ഷാഹുൽ ഹമീദിന്റെ അമ്മ പറഞ്ഞു. ഷാഹുലിന്റെ പേര് വണ്ടികളൊന്നും ഇപ്പൊ ഇല്ല, കാരണം അവൻ കൂടെ നിന്നും മറ്റുള്ളവരുടെ കൂടെ നിന്നെന്തെങ്കിലും ഈ അങ്ങനെയുള്ള ഇതിലേ ഉള്ളിപ്പം. പിന്നെ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, ഒന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ല, ഒരു കേസും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു കേസില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഷാഹുൽ ഹമീദും റോഷനുമായുള്ള റീൽസും സജീവമാണ്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ്.
കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും സമാനമായ തട്ടിപ്പുകൾ പിടിയിലായ പ്രതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല തുടങ്ങിയ സ്റ്റേഷനുകളിലായി റോഷന് 22ഓളം കേസുകളും തിരുവല്ല, കോട്ടയം എന്നിവിടങ്ങളിലായി ഷിജോ വർഗീസിന് 9ഓളം കേസുകളും നിലവിലുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം മൈനാഗപ്പള്ളിയിൽ തിരുവോണ ദിവസം സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ എന്താണ് സംഭവിച്ചത്? ഈ കേസിനെ കുറിച്ച് പരിശോധിച്ചാൽ പ്രതി അജ്മൽ മാത്രമല്ല, സുഹൃത്ത് ഡോക്ടർ ശ്രീകുട്ടിയുടെ പങ്കും വ്യക്തമാണ്. എന്നാൽ കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത്. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിവസം വൈകിട്ടാണ് സ്കൂട്ടർ യാത്രിക പഞ്ഞിപ്പുല്ലുംവിളയിൽ കുഞ്ഞുമോളെ കാർ കയറ്റി കൊലപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി സ്വദേശി അജ്മലും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ കുഞ്ഞുമോളും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റോഡിൽ വീണുകിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി. കാർ ഓടിച്ച ഒന്നാം പ്രതി അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് ചുമത്തിയത്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു രണ്ടാം പ്രതി ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ പ്രേരണയിലാണ് അജ്മൽ കാറുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തിയത്. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതിഭാഗം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ശ്രീകുട്ടിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രതികളുടെ പരസ്പര വിരുദ്ധ മൊഴിയും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നരഹത്യാ കുറ്റം ശ്രീകുട്ടിക്കെതിരെ നിലനിൽക്കില്ലെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. കാറിന്റെ പിൻസീറ്റിലായിരുന്ന ശ്രീകുട്ടി ഒരു തരത്തിലുമുള്ള പ്രേരണയും നൽകിയിട്ടില്ലെന്നും ഒന്നാം പ്രതി അജ്മൽ സ്വയം കാർ മുന്നോട്ടെടുത്തതാണെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ പ്രതികൾ മദ്യപിച്ചതിന്റെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി. അപകടത്തെ രണ്ടായി കാണണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് കോടതി കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18 കൊല്ലം. വിദ്യാർത്ഥി സംഘർഷം ആറ്റിങ്ങൽ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥികൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 2 സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞെത്തിയപ്പോഴാണ് സംഭവം. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ 4 പാടും ചിതറിയോടും. 100 കണക്കിന് യാത്രക്കാർ നോക്കി നിൽക്കെയാണ് ഈ കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. ട്യൂഷൻ കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ചിതറിയോടി. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ തമ്മിലടി ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. തുടർച്ചയായുള്ള കയ്യാങ്കളി യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സംഘർഷമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ബസ്സുകളിൽ കയറി വിദ്യാർത്ഥികൾ രക്ഷപ്പെടും. സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും തുടർ നടപടികളില്ല. പോലീസ് കേസെടുക്കാത്തതും വിദ്യാർത്ഥി സംഘർഷം തുടർക്കഥയാകാൻ കാരണമാകുന്നതായി യാത്രക്കാർ പറയുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൻ വില്ലയിലെ സ്തുതി എന്ന പാട്ടും ജ്യോതിർമയുടെയും കുഞ്ചാക്കോ ബോബന്റെയും ഡാൻസും ട്രെൻഡിംഗ് ആണ്. എന്നാൽ പാട്ടിലെ വരികൾ ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് സീറോ മലബാർ സഭ രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാട്ടിന്റെ വരികൾ സാത്താനിക്കാണോ? ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും പാട്ടിലുണ്ടോ? സഭാ നേതൃത്വം
സിനിമയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ ഗാനരചയിതാവ് വിശദീകരണവുമായി രംഗത്തെത്തി. അമൽ നീരജ് സംവിധാനം ചെയ്ത് റിലീസിനൊരുങ്ങുന്ന ബോഗൻവില്ല സിനിമയുടെ പ്രമോ ഗാനത്തിനെതിരെയാണ് സിറോ മലബാർ സഭ രംഗത്തെത്തിയത്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് തുടങ്ങുന്ന ഗാനത്തിനെതിരെ കേന്ദ്ര സർക്കാരിനും സെൻസർ ബോർഡിനും സഭാ ആൽമായ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയാണ് പരാതി നൽകിയത്. ഗാനം ക്രിസ്ത്യൻ വിശ്വാസത്തെ വികലമാക്കിയാണ് അവതരിപ്പിച്ചതെന്നും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളും മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് ഇടപെടണമെന്നുമാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും നൽകിയ പരാതിയിൽ പറയുന്നത്. ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ്. ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതാണെന്നും ആരോപണമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പ്രൊമോഷണൽ ഗാനം, അത് ബൊഗൺവില്ല എന്ന ചലച്ചിത്രത്തിലെയാണ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് പറയുന്ന ഒരു ഗാനമാണ്. വളരെ വികലമായ രീതിയിലാണ് ക്രൈസ്തവരെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം. അതേസമയം വിവാദങ്ങൾ തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് ഗാനരചയിതാവായ വിനായക് ശശികുമാറിന്റെ വിശദീകരണം. ഈ പാട്ടോ സിനിമയെ ഒരിക്കലും സാത്താനിക്കല്ല, വളരെ പോസിറ്റീവായാണ് ആ ഗാനത്തെ സമീപിച്ചിട്ടുള്ളത്. മാത്രമല്ല ബോഗൻവില്ല ഒരു പ്രണയ ചിത്രമാണ്. ആ പാട്ടിലെ ഒരു ഡ്രസ്സിന്റെ പേരിൽ മാത്രം മുൻവിധികളിൽ എത്തരുതെന്നും വിനായക് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ബോഗൻവില്ല ചിത്രത്തിന്റെ പ്രചാരണാർത്ഥം സ്തുതി എന്ന ഗാനം പുറത്തിറക്കിയത്. ഭഗത് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ, ജ്യോതിർമയി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയെത്തുന്ന ബോഗൻവില്ലയുടെ പ്രചാരണ ഗാനമായി എത്തിയ സ്തുതി ഇതിനോടകം 20 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ന്യൂസ് 18 കൊച്ചി. ലഹരി വിൽപ്പനയ്ക്കൊപ്പം മോഷണത്തിനും പല സംഘങ്ങളും യുവതികളെ കൂടെ കൂട്ടുന്നത് ഇപ്പോൾ പതിവാണ്. ചിലപ്പോൾ കാമുകിമാരാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം. യുവതികളൊപ്പമുണ്ടെങ്കിൽ പോലീസിന്റെ പരിശോധന കാണില്ല, നാട്ടുകാർക്ക് സംശയവും തോന്നില്ല. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ പിടിയിലായത് യുവതിയടങ്ങുന്ന സംഘമാണ്. ഇടുക്കി സ്വദേശികളായ ജിഷ്ണു, ജസ്ന ജോർജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി പിടിയിലായി. പ്രായപൂർത്തിയാകാത്ത ഈ പ്രതിയാണ് അതിവിദഗ്ധമായി ബൈക്കിന്റെ പൂട്ട് പൊളിക്കുന്നത്. ജിഷ്ണുവും ജസ്നയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ബൈക്കുമായി കടന്നു കളയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവർ സ്ഥിരം ബൈക്ക് മോഷ്ടാക്കളാണോ എന്ന് പോലീസ് പരിശോധിക്കണം. ഇതോടെ പോലീസ് പരോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.